ലോക ചാപ്റ്റർ 1 ചന്ദ്ര. എനിക്കറിയാം ഈ റിവ്യൂ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇടുന്നത്. നിങ്ങളിൽ പലരും പടം കണ്ടിട്ടുണ്ടാവും, റിവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. പടം സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ പടം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഈ പടത്തെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ടെക്നീഷ്യൻസിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇറ്റ്സ് ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ. പുള്ളിയുടെ സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് മൂവി തരംഗമാണ്. തരംഗം എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. ബട്ട് അത് അത്ര ക്ലിക്കായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോറി ബൈ ഡൊമിനിക് അരുൺ ആണ്. സ്ക്രീൻ പ്ലേ ബൈ ഡൊമിനിക് അരുൺ. ശാന്തി ബാലചന്ദ്രൻ മറ്റേ തരംഗത്തിലെ ഹീറോയിൻ ആയിരുന്നു. പിന്നെ ജല്ലിക്കെട്ടിലുണ്ടായിരുന്നു. പിന്നെ പാവം ചെയ്യാത്തവർക്കല്ലറിയട്ടെ അതിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഹീറോയിനാണ്. പിന്നെ ഇതിൽ സിനിമാറ്റോഗ്രാഫി ബൈ നിമിഷ് രവി, എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ, മ്യൂസിക് ബൈ ജെയ്ക്സ് ബിജോയ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാനാണ്, വേവ്ഹർ ഫിലിംസിൻ്റെ ബാനറിൽ. സോ എല്ലാം ടെക്നീഷ്യൻസും ബ്രില്യൻ്റ് ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. ഇനി ഞാൻ പടത്തിൻ്റെ ഇതിലേക്ക് വരാം. പടം അടിപൊളിയാണ്. മലയാളത്തിൽ നിന്ന് സൂപ്പർ ഹീറോ മൂവീസ് വളരെ കുറവാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ വന്നാൽ തന്നെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മീൻസ് ക്വാളിറ്റി എത്ര ക്വാളിറ്റിയുള്ള പടങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. മിന്നൽ മുരളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു, സൂപ്പർ ഹീറോ മലയാളത്തിൽ നിന്നുള്ളത്. സോ അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ മൂവി ഫ്രം മലയാളം ഈസ് ലോക. അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ മൂവി. ഇങ്ങനത്തെ ഈ മൂവിയിൽ ഇങ്ങനത്തെ മൂവീസ് മലയാളത്തിൽ വരണം എന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മൾ അന്യഭാഷയിലെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ഇത് ലൈക്ക് ബാഹുബലി, KGF, കാന്താര അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്നും ഇങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഞാൻ ആഗ്രഹിക്കാറുണ്ട് പേഴ്സണലി. സോ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഓക്കെ, ഇന്ന് ഞങ്ങളുടെ ഇവിടെ നിന്ന് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാനായിട്ടൊരു പാൻ പടം എന്ന ഒരു ഫീൽ എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ മൂവിയായിട്ട് കമ്പയർ ചെയ്യല്ല, അത് ടോപ്പ് നോച്ച് മൂവീസാണ്. ബട്ട് ഇത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു എന്താ പറയുക, ഒരു എഫേർട്ട് പോയിട്ട് അവർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നി. സോ അത് കുഡോസ് ടു ദ ടീം ഓഫ് ലോക. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഇതിലെ തീമാണ്. കാരണം ഞാനൊക്കെ കേട്ട് വളർന്ന കുറേ മിത്സ് ഉണ്ട്. അതൊക്കെ ഇവർ വേറൊരു പെർസ്പെക്റ്റീവിലാക്കിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഈ മൂവി കൂടെ ചെയ്തേക്കുന്നത്. ഇപ്പോഴും കൂടെ റീസെൻ്റ്ലി ഇതിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ നാടകങ്ങൾ നടക്കുന്നുണ്ട്. സോ ആ ഒരു കഥ ഈ ഒരു കഥയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സോ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സും ആ ഒരു മിത്സൊക്കെ വേറൊരു പെർസ്പെക്റ്റീവിൽ വേറൊരു രീതിയിലാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട്, ഇങ്ങനെ മൂവീസ് ആക്കാൻ പറ്റിയത്. ഇതൊക്കെ പുറത്തെ ആൾക്കാർക്ക് കാണുമ്പം വളരെ കൗതുകം ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. അപ്പം ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്ങും ആ ഒരു ടോപ്പിക്കൊക്കെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ പെർഫോമൻസും തകർത്തു. ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ ആപ്റ്റായിരുന്നു. എസ്പെഷ്യലി കല്യാണി പ്രിയദർശൻ, പുള്ളിക്കാരത്തി സൂപ്പർ ഹീറോ ആയിട്ട് തകർത്ത്. ആ ഒരു ഫിസിക്കും ആ ഒരു ആക്ഷൻ സീക്വൻസൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പുള്ളിക്കാരത്തിക്ക് ഈസിലി സാധിച്ചു. അടിപൊളിയാണ്. നസ്ലിൻ ആസ് യൂഷ്വൽ തകർത്തു. പിന്നെ വില്ലനായിട്ട് വരുന്ന നമ്മുടെ സാൻഡി, അവൻ അടിപൊളിയായിരുന്നു. പിന്നെ അരുൺ കുര്യൻ, ചന്തു സലീം കുമാർ, നിഷാന്ത് സാർ, രഘുനാഥ് പലേരി, വിജയരാഘവൻ, ശിവജിത്ത് പത്മനാഭൻ, അന്നാബൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത്. പിന്നെ എല്ലാവരും ഓരോ റോൾ അടിപൊളിയായിട്ട് ചെയ്തു. എടുത്തു പറയേണ്ടത് ഇതിലെ ക്യാമിയോസ് ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് വെറുതെ എന്താ ഒരു ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ക്യാമിയോ അല്ല, അടിപൊളിയായിരുന്നു. വന്നതിന് നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. തിയേറ്ററിലൊക്കെ നല്ല കയ്യടിയായിരുന്നു. സോ ക്യാമിയോസ് ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അറിയാൻ പറ്റുമായിരിക്കും. എങ്കിലും അറിയാത്ത ആൾക്കാർക്ക് അതൊരു ഇതായിരിക്കുമല്ലോ. സോ തിയേറ്ററിൽ പോയി തന്നെ നിങ്ങളത് കാണുക. അപ്പം ഇങ്ങനത്തെ പടങ്ങളൊക്കെ നമ്മൾ വിജയിക്കണം. കാരണം ഇതുപോലത്തെ മൂവീസ് മലയാളത്തിൽ വരണം. നമ്മുടെ മൂവി കുറച്ചും കൂടെ വാസ്റ്റ് ഓഡിയൻസിലേക്ക് എത്തണം. അതിന് ഇങ്ങനത്തെ മൂവീസ് മീൻസ് വന്നാലാണ് അത് സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ നമ്മളത് മാക്സിമം വിജയിപ്പിക്കുക. ഇപ്പം പടം നല്ലോണം ഓടിക്കൊണ്ടിരിപ്പുണ്ട്. സോ ഐ എം ഹോപ്പ്ഫുൾ ദാറ്റ് ദ മൂവി വിൽ ബി എ ഗ്രേറ്റ് ഹിറ്റ്. പിന്നെ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. സോ പലരെയും ഇതിൽ ജസ്റ്റ് കാണിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ അവരുടെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ നമുക്ക് വരും മീൻസ് അടുത്ത പാട്ടുകളിലൊക്കെ കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതിനുള്ള സ്കോപ്പ് ഉണ്ട് ഈ പടത്തിന്. സോ ഇനിയുള്ള പാർട്സിൽ ഇതിനെക്കാട്ടും ഗംഭീരമായിട്ട് ഉള്ളൊരു മൂവി എക്സ്പീരിയൻസ് നമുക്ക് തരാനായിട്ട് ഈ ഒരു ടീമിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു.
സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ്, ഈ ഒരു പടം ഡെഫിനറ്റായിട്ട് തിയേറ്ററിൽ പോയി കാണുക. ഇതൊരു സൂപ്പർ ഹീറോ മൂവി ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സോ അവരെയൊക്കെ കൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ കാണുക. കാണുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററിൽ തന്നെ കാണുക. ഒരു ഡോൾബി അറ്റ്മോസ് സ്പീക്കർ സിസ്റ്റം ഉള്ള, അല്ലെങ്കിൽ ഒരു 4K ലേസർ പ്രൊജക്ഷൻ ഉള്ള ഒരു തിയേറ്ററിൽ പോയി കാണുക. ആം, ഈ തട്ടിക്കുട്ട് തിയേറ്ററിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ഈ മൂവിയുടെ ആ ഒരു ഇമ്പാക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടൂല. സോ ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു വാച്ച് ഇൻ ഡോൾബി അറ്റ്മോസ് എക്യുപ്ഡ് വിത്ത് 4K ലേസർ പ്രൊജക്ടർ തിയേറ്റർ. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക് യു. പിന്നെ ഇതൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിന് എൻ ക്രെഡിറ്റ് സീനുണ്ട്. സോ പടത്തിൻ്റെ പേര് അവസാനം പേരെഴുതിക്കണമെങ്കിൽ നിങ്ങൾ ആരും ഇറങ്ങി പോകരുത്. അത് കഴിയുമ്പോൾ ഒരു സീനും കൂടെ ഉണ്ട്. സോ അതും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പോരാൻ. താങ്ക് യു.